ദക്ഷിണ അമേരിക്കൻ മഴക്കാടുകളിൽ നിന്നുള്ള ഒരു നിത്യഹരിത വൃക്ഷമാണ് കൊക്കോ. ശാസ്ത്രീയ നാമം തിയാബ്രോമ കൊക്കോ. ചോക്ലേറ്റ് നിർമ്മിക്കുന്നതിനുള്ള പ്രധാന അസംസ്കൃത വസ്തുവാണ് കൊക്കോയുടെ കുരുക്കൾ. ഒരു വനവൃക്ഷം എന്ന നിലയിൽ നിന്ന് ലോകമെങ്ങും കൃഷി ചെയ്യപ്പെടുന്ന ഒരു വിളയായി ഇത് മാറിയിരിക്കുന്നു. തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതീരമാണ് കൊക്കോയുടെ ഉത്ഭവസ്ഥാനം. ചോക്ലേറ്റിൻ്റെയും ചോക്ലേറ്റ് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിനുമുള്ള വൻ വർധന മൂലം കൊക്കോയുടെ ആവശ്യകത വളരെയേറെ ഏറിയിട്ടുണ്ട്. ഈ സ്ഥിതി തരണം ചെയ്യുന്നതിന് കൂടുതൽ ഉൽപ്പാദനശേഷിയുള്ള സങ്കരജാതി ചെടികൾ വളർത്തുവാൻ കൃഷിക്കാർ ഇപ്പോൾ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ കൊക്കോയുടെ ഉൽപ്പാദനം 4 മില്യൺ ടൺ കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും അധികം കൊക്കോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഐവറി കോസ്റ്റ് എന്ന രാജ്യമാണ്. 15 ലക്ഷം ടൺ. ഘാന, ഇന്തോനേഷ്യ, കാമറൂൺ, നൈജീരിയ എന്നിവയാണ് വൻതോതിൽ കൊക്കോ ഉൽപ്പാദിപ്പിക്കുന്ന ഇതര രാജ്യങ്ങൾ. ഇന്ത്യയുടെ കൊക്കോ ഉൽപ്പാദനം ഏകദേശം 0.3%. കൊക്കോ സംസ്കരണം പല രീതിയിലാണ്. പറിച്ചെടുത്ത കൊക്കോ പൊളിച്ച് അകത്തെ കുരു എടുക്കണം. കായിൽ നിന്ന് കിട്ടുന്ന കുരു പുളിപ്പിക്കുകയാണ് അഥവാ ഫെർമെൻറ്റേഷൻ കൊക്കോ സംസ്കരണത്തിൻ്റെ ആദ്യ പടി. കുരുവിൽ പറ്റിപ്പിടിച്ചെടുക്കുന്ന മാംസളമായ ഭാഗം നീക്കുകയും കുരു മുളയ്ക്കാതെ സൂക്ഷിക്കുകയാണ് പുളിപ്പിക്കലിൻ്റെ ഉദ്ദേശം. പുളിപ്പിക്കുമ്പോൾ പലതരത്തിലുള്ള രാസവസ്തുക്കളും ഉൽപ്പാദിക്കപ്പെടുന്നു. പുളിപ്പിക്കലിന് നമുക്ക് പല രീതി ഉപയോഗിക്കാം. മണ്ണിൽ കുഴിച്ച് കുരു അതിൽ മൂടി വയ്ക്കുന്നതാണ് ഏറ്റവും പഴയ കാലത്തെ രീതിയാണിത്. ഈ രീതിയിൽ പുളിപ്പിച്ചെടുക്കുന്ന പുളിപ്പിന് വളരെയധികം ഗുണനിലവാരമൊക്കെ കുറവായിരിക്കും. തട്ടുകൾ ഉപയോഗിച്ചുള്ള പുളിപ്പിക്കലാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അതിനുശേഷം ഇത് ഉണക്കലാണ് അടുത്ത പടി. അതായത് കൊക്കോയുടെ കുരു കേടുകൂടാതെ ഉണക്കി സൂക്ഷിക്കുന്നതാണ് അടുത്ത പടി നമ്മൾ ചെയ്യേണ്ടത്. കൊക്കോക്കുരു കേടുകൂടാതെ സൂക്ഷിക്കുന്ന ശരിയായ ഉണക്കലുണ്ട് അത്യാവശ്യമാണ്. ഉണക്കിയ കുരുക്കൾ വൃത്തിയാക്കി പ്രത്യേക രീതിയിൽ വറുത്തെടുക്കും. അതിനുശേഷമാണ് ചോക്ലേറ്റ്, കൊക്കോപ്പൊടി തുടങ്ങിയവ നിർമ്മിക്കുന്നത്. ഇതിന് വളങ്ങൾ NPK 16 പൊട്ടാഷ് ഇതെല്ലാം നമുക്കൊരു 250 ഗ്രാം വെച്ച് ഒരു നോർമൽ ചെടിക്ക് നൽകാവുന്നതാണ്. മൈക്രോ ഫുഡും ഒരു 50 ഗ്രാം നമുക്ക് ഒരു ചെറിയ ചെടിക്ക് ഏകദേശം ഒരു ചെറിയ ചെടിക്ക് നമുക്ക് നൽകാവുന്നതാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ കുരുവാണ്. ഇതിപ്പോൾ ഏകദേശം പഴുത്തിട്ടില്ല. പഴുക്കുന്നതിന് മുമ്പ് പൊട്ടിച്ച് കാണിച്ചതാണ്. ഇതാണ് കുരു. അത് നമുക്ക് ഓരോ കുരു ഇങ്ങനെ പഴുത്ത് കഴിയുമ്പോൾ അടത്തി എടുക്കാൻ സാധിക്കും. അത് നമ്മൾ ഒരു വെയിലത്തിട്ട് ഉണക്കുകയോ പുളിപ്പിക്കുകയൊക്കെ ചെയ്യാൻ സാധിക്കും. ഈ എപ്പോഴും ഇടയ്ക്കെല്ലാം ബ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഒരു സീസൺ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വളർന്നു പോയിരിക്കാൻ അതിൻ്റെ ഇടത്തണ്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് വെട്ടം അടിക്കുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത്യാവശ്യത്തിന് വേനൽക്കാലത്ത് വെള്ളവും കൊടുത്താൽ മാത്രമേ നമുക്ക് കായ്കൾ അതുപോലെ ലഭിക്കുകയുള്ളൂ.